everyone, welcome to our YouTube channel ST.JOSEPHS Academy കുറുമശ്ശേരി. നിങ്ങൾ ആദ്യമായ ആളുകൾ യൂട്യൂബ് ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. Hi students, I am Ashwati. SLC 2020 കെമിസ്ട്രി എക്സാമിന് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. പാർട്ട് എയിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് choose the two products formed by the thermal cracking of propane from the box given below. പ്രൊപ്പൈൻ തെർമൽ ക്രാക്കിംഗ് സംഭവിക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്ട്സ് ഈ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് CH4, അതായത് മീഥേൻ, എത്തീൻ, ബ്യൂട്ടീൻ, വീണ്ടും പ്രൊപ്പൈൻ തന്നെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തെർമൽ ക്രാക്കിംഗ് എന്താണെന്ന് അറിയണം. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ മോളിക്കുലാർ മാസ് ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ എയറിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്ത് ലോവർ മോളിക്കുലാർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പ്രൊപ്പൈൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പൈൻ തെർമൽ ക്രാക്കിംഗ് നടക്കുമ്പോൾ അതിലും താഴെ ലോവർ മോളിക്കുലാർ മാസ് ഉള്ള രണ്ട് പ്രൊഡക്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ തെർമൽ ക്രാക്കിംഗ് എന്താണെന്ന് നമുക്കറിയാം. അതായത് അതിൽ എപ്പോഴും തെർമൽ ക്രാക്കിംഗ് നടക്കുമ്പോൾ ഒരു ആൽക്കേനും ഒരു ആൽക്കീനും മാത്രമേ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ആൽക്കീൻ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, എത്തീൻ നമുക്കൊരു ആൻസർ കിട്ടും. പിന്നെ വരുന്ന ഒരു സിമ്പിൾ മോളിക്കുലാർ മാസ് ഉള്ളത് മീഥേൻ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ബ്യൂട്ടീനും പ്രൊപ്പൈൻ്റെ തന്നെ സെയിം മോളിക്കുലാർ മാസ് ആണ്. സോ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. സോ ദ ആൻസർ ഈസ് മീഥേൻ ആൻഡ് എത്തീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് N2 plus 3H2 gives 2NH3 plus heat. Number of moles of hydrogen required to react completely with 2 moles of nitrogen is dash. ഇവിടെ അമോണിയയുടെ ഫോർമേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 2 moles ഓഫ് നൈട്രജൻ്റെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ ആവശ്യം വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അമോണിയ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ 1:3 റേഷ്യോയിലാണ് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 moles ഓഫ് ഹൈഡ്രജൻ്റെ കൂടെ 1 mole ഓഫ് നൈട്രജൻ ആണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 moles ഓഫ് നൈട്രജൻ്റെ കൂടെ അതിൻ്റെ ജസ്റ്റ് ഡബിൾ ചെയ്യുക. 2 × 3 6 moles ഓഫ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് H2SO4 ഈസ് എക്സിബിറ്റഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ? കാർബൺ പ്ലസ് 2H2SO4 ഗീവ്സ് CO2 പ്ലസ് 2H2O പ്ലസ് 2SO2. ഇവിടെ H2SO4ൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഈ ഒരു റിയാക്ഷനിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. H2SO4ന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ H2SO4 കാർബണായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൾഫർ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് അവിടെ നടക്കുന്ന ഒരു ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ്. ഓക്സിഡേഷൻ നടന്നു. ഇവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് നോക്കുക. എലമെന്റൽ സ്റ്റേജിൽ കാർബൺ 0 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഓക്സിഡേഷൻ നമ്പർ 4 ആണ് വരാം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ മീൻസ് ഓക്സിഡേഷൻ. അപ്പോൾ H2SO4 അവിടെ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് when a gas contained in a 2-liter cylinder is completely transferred to a 4-liter cylinder, the volume of gas will be dash. 4-liter സിലിണ്ടറിലോട്ട് ഒരു 2-liter സിലിണ്ടറിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ വോളിയം ഓഫ് ഗ്യാസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡിന്റെ പോലെയൊന്നുമല്ല, ഗ്യാസിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പോ ഡെഫിനിറ്റ് വോളിയോ ഒന്നുമില്ല. അത് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും അതിനും. അപ്പോൾ 4-liter സിലിണ്ടറിലോട്ടാണ് ഈ ഗ്യാസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ അതിന്റെ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് 4 liter ആയിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ എ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ HCl ഇൻ അമോണിയ ജാർ. വാട്ട് ഈസ് ദ കെമിക്കൽ പ്രസന്റ് ഇൻ ദ വൈറ്റ് ഫ്യൂംസ്? അമോണിയ ജാറിലോട്ട് HCl ഡിപ്പ് ചെയ്ത ഒരു ഗ്ലാസ് റോഡ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാവുന്നു. ഈ ഡെൻസ് വൈറ്റ് ഫ്യൂംസിന് കാരണമായിട്ടുള്ള കെമിക്കൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ NH3യും HClഉം കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത് NH4Cl ആണ്. അതായത് അമോണിയം ക്ലോറൈഡ്. ഇതാണ് ഡെൻസ് വൈറ്റ് ഫ്യൂംസിന് കാരണം. സോ ദ ആൻസർ ഈസ് NH4Cl. പാർട്ട് ബിയിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. സോഡിയം ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം, സിങ്ക്, അയൺ, നിക്കൽ, ഹൈഡ്രജൻ ആൻഡ് കോപ്പർ. അതിലൊരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. വിച്ച് എലമെന്റ് ലോസസ് ഇറ്റ്സ് ലസ്റ്റർ മോസ്റ്റ് ഈസിലി ഓൺ എക്സ്പോഷർ ടു എയർ?
ആൻസർ വന്നിരിക്കുന്നത് സോഡിയാണ്. ഈ സോഡിയം എങ്ങനെയാണ് ആൻസർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇതിൽ സോഡിയാണ്. അപ്പോൾ ഈ സോഡിയം ഓക്സിജനായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് അവിടെ അതിന്റെ കറസ്പോണ്ടിങ് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. ഈ ഓക്സൈഡ്സ് കാരണം അവിടെ അതിന്റെ ലെസ്റ്റർ ലോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പാർട്ട് ബിയിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. സോഡിയം ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം, സിങ്ക്, അയൺ, നിക്കൽ, ഹൈഡ്രജൻ ആൻഡ് കോപ്പർ. ഇതിലൊരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് എലമെന്റ് ലോസസ് ഇറ്റ്സ് ലെസ്റ്റർ മോസ്റ്റ് ഈസിലി ഓൺ എക്സ്പോഷർ ടു എയർ. ആൻസർ വരുന്നത് സോഡിയാണ്. സോഡിയം വരാൻ കാരണം ഇവിടെ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് സോഡിയാണ്. സോഡിയം എയർ ആയിട്ട് പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കറസ്പോണ്ടിങ് കോമ്പൗണ്ട്സ് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. ഈ ഓക്സൈഡ്സ് കാരണം അതിന്റെ ലെസ്റ്റർ പെട്ടെന്ന് ലോസ്റ്റ് ചെയ്യപ്പെടും. സോ ദ ആൻസർ ഈസ് സോഡിയം. ഇനി ഇതിലെ സബ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദ എലമെന്റ് ദാറ്റ് കാനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ഡൈലൂട്ട് HCl. ഡൈലൂട്ട് HCl നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റാത്ത എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഹൈഡ്രജനേക്കാളും ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് കോപ്പർ. അപ്പോൾ ഒരു ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലിന് മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ കോപ്പർ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the electronic configuration of chromium written as argon 3d4 4s2 is it correct? Give reason. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d4 4s2 എന്ന് എഴുതിയിരിക്കുകയാണ്. ഇത് കറക്റ്റ് ആണോ എങ്കിൽ റീസൺ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആറ്റോമിക് നമ്പർ 24 ഉള്ള ഒരു എലമെന്റിന്റെ ആറ്റോമിക് കോൺഫിഗറേഷൻ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ച ഒരു രീതിക്ക് 3d4 4s2 എന്ന് എഴുതാനേ എല്ലാവരും ശ്രമിക്കൂ. പക്ഷേ ഇത് ക്രോമിയത്തിന്റെ കേസ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസാണ്. അതായത് അവിടെ ഡി സബ്ഷെല്ലിൽ ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. അതായത് ഹാഫ് ഫിൽഡ് അറ്റൈൻ ചെയ്യുമ്പോൾ അവിടെ സ്റ്റെബിലിറ്റി ഡി സബ്ഷെല്ലിന് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ട് 4s സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഡി സബ്ഷെല്ലോട്ട് അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഡി സബ്ഷെല്ലോട്ട് എക്സൈറ്റ് ചെയ്യപ്പെട്ട് അവിടെ കോൺഫിഗറേഷൻ വരുന്നത് 3d5 4s1 ആണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കറക്റ്റ്. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗീവ്സ് മോർ സ്റ്റെബിലിറ്റി. സോ ദ കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d5 4s1. The next question is equation related with the concentration of 2 O's of zinc are given. ZnCO3 plus heat gives ZnO plus CO2. ZnS plus 3O2 plus heat gives ZnO plus 2SO2. The question is which of these represent roasting and how does roasting differ from calcination? ഇവിടെ സിങ്ക് ഓസിന്റെ കോൺസെൻട്രേഷനുള്ള രണ്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് സിങ്ക് കാർബണേറ്റ് ഹീറ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയിട്ട് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. സെക്കൻഡ് വൺ സിങ്ക് സൾഫൈഡ് ഹീറ്റിന്റെ പ്രസൻസിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് സിങ്ക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും ഫോം ചെയ്യുന്നു. ഇതിൽ റോസ്റ്റിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റോസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ കറസ്പോണ്ടിങ് ഓക്സൈഡ്സ് ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുക ഓക്സിജന്റെ പ്രസൻസ് ഏതിലാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ സെക്കൻഡ് റിയാക്ഷനിലാണ് ഓക്സിജൻ വന്നിരിക്കുന്നത്. സോ വിച്ച് ഓഫ് ദീസ് റെപ്രസെന്റ് റോസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഈ സെക്കൻഡ് ഇക്വേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ ഡസ് റോസ്റ്റിംഗ് ഡിഫർ ഫ്രം കാൽസിനേഷൻ. കാൽസിനേഷനിൽ നിന്ന് റോസ്റ്റിംഗ് എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ദി ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്നതാണ് കാൽസിനേഷൻ. പ്രസൻസ് ഓഫ് എയർ ഉണ്ടെങ്കിൽ അവിടെ റോസ്റ്റിംഗ് ആണ് സംഭവിക്കുന്നത്. The next question is an open chain hydrocarbon is given below CH3 CH2 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 CH3. സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് സൈക്ലിക് കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ അതേ നമ്പർ കാർബൺ ആറ്റം വരുന്ന ഒരു സൈക്ലിക് കോമ്പൗണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജന്റെ നമ്പർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാർബൺ 6 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ആൻഡ് IUPAC നെയിം വരുന്നത് സൈക്ലോഹെക്സേൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി സൈക്ലിക് കോമ്പൗണ്ട് ചോദിക്കുമ്പോൾ സൈക്ലോഹെക്സേൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് സ്യൂട്ടബിൾ ഫോർ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഫ്രം ദിസ് ഗിവൺ ബിലോ. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് സോപ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുക, അതുപോലെ ഡിറ്റർജൻസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഫസ്റ്റ് വൺ സോൾട്സ് ഓഫ് സൾഫോണിക് ആസിഡ്, salts of fatty acids do not lather well in hard water, then lather well in hard water also. അപ്പോൾ സോപ്പ് എന്താണെന്ന് നമുക്കറിയാം. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് ആണ്. അതുപോലെ ഹാർഡ് വാട്ടർ ആയിട്ട് സോപ്പ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലാദർ
ഫോം ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വാട്ടറിൽ മഗ്നീഷ്യം അല്ലെങ്കിൽ കാൽസ്യം സോൾട്സ് ഡിസോൾവ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സോപ്പായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻസോലുബിൾ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാണ്. അപ്പോൾ ഒരു ഇൻസോലുബിൾ കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് കൊണ്ട് അവിടെ ലാദർ ഫോമേഷൻ നടക്കില്ല. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് ഓപ്ഷനിൽ സോപ്പിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബിയും സിയും ആണ്. സോൾട്സ് ഓഫ് ഫാറ്റി ആസിഡ്സും ഡു നോട്ട് ലാദർ വെൽ ഇൻ ഹാർഡ് വാട്ടർ ആണ് സോപ്പിന് ആപ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഡിറ്റർജൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സോൾട്സ് ഓഫ് സൾഫോണിക് ആസിഡ്സും അതുപോലെ ലാദർ വെൽ ഇൻ ഹാർഡ് വാട്ടർ ഓൾസോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ നിന്ന് വരാം. അപ്പോൾ എയും ഡിയും ഡിറ്റർജൻസിന് ആപ്റ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ഒക്കറിംഗ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് അയൺ ഓർ ആർ ഗിവൺ. CaCO3 gives calcium oxide plus carbon dioxide. Fe2O3 plus 3CO gives 2Fe plus 3CO2. CaO plus SiO2 gives CaSiO3. ഇതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് സബ്സ്റ്റൻസ് ആക്ട് ആസ് റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്, വിച്ച് ഓഫ് ദ എബോവ് പ്രസൻസ് ലാഗ് ഫോർമേഷൻ ആൻഡ് വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് ആക്ടിംഗ് ആസ് ഫ്ലക്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വിച്ച് സബ്സ്റ്റൻസ് ആക്ട് ആസ് റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്, ഈ 3 റിയാക്ഷൻസിൽ നിന്ന് സെക്കൻഡ് റിയാക്ഷൻ നോക്കിക്കേ. അതിനകത്ത് കാർബൺ മോണോക്സൈഡ് Fe2O3 ആയിട്ട് റിയാക്ട് ചെയ്ത് Fe plus 3CO2 തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ Fe2O3 Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. Feയിലോട്ട് വരുമ്പോൾ അത് എലമെന്റൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തു. +3ൽ നിന്ന് 0 ആയിട്ട് മാറി. അവിടെ റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ മീൻസ് റിഡക്ഷൻ. അപ്പോൾ ഇവിടെ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് കാർബൺ മോണോക്സൈഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ എബോ റെപ്രസെന്റ് സ്ലാഗ് ഫോർമേഷൻ. സ്ലാഗ് ഫോർമേഷന് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തേർഡ് ഇക്വേഷൻ CaO plus SiO2 gives CaSiO3. ഇവിടെ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് എല്ലാവരും ജസ്റ്റ് ആലോചിക്കാം. അതിൻ്റെ അകത്ത് ഹെമറ്റൈറ്റ് ഓറാണ് നമ്മൾ ഇടുന്നത്. ഹെമറ്റൈറ്റ് ഓറൊപ്പം തന്നെ ലൈം സ്റ്റോൺ അതുപോലെ കോക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് വാഷിങ് അതുപോലെ റോസ്റ്റിംഗ് പ്രോസസ്സൊക്കെ നടത്തിയിട്ടാണ് ചെയ്യുക. റോസ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോഴും സിലിക്ക എന്ന് പറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് അവിടെ പ്രസന്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇത് ആഡ് ചെയ്തിട്ട് ബ്ലാസ്റ്റ് ഫർണസിന്റെ താഴെ നിന്ന് ബോട്ടം പാർട്ടിൽ നിന്ന് ഒത്തിരി ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈം സ്റ്റോൺ എന്ത് ചെയ്യും, കാൽസ്യം കാർബണേറ്റ് അത് റെഡ്യൂസ് ചെയ്തിട്ട് CaOയും CO2 ആയിട്ട് മാറും. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇമ്പ്യൂരിറ്റീസ് സിലിക്ക ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഉണ്ടാവില്ല. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് സിലിക്കനെ പറയുന്നതാണ് ഗ്യാങ് എന്ന്. അപ്പോൾ ഈ ഗ്യാങ്ങിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്ന സാധനമാണ് ഫ്ലക്സ്, CaO ആണ്. അത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് സ്ലാഗ് ഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് CaSiO3. അപ്പോൾ ഇവിടെ സ്ലാഗ് ഫോർമേഷന് റെപ്രസെന്റ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് റിയാക്ഷൻ ആണ് വരിക. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് ആക്ടിങ് ആസ് ഫ്ലക്സ്. ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണ്? സിലിക്ക ആണ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഇമ്പ്യൂരിറ്റിയുടെ കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് സ്ലാഗ് കിട്ടുന്ന സബ്സ്റ്റൻസ് ഏതാണോ അതാണ് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് വരുന്നത് ക്യുക്ലൈം ആണ്, ദാറ്റ് ഈസ് CaO. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഹാപ്പൻസ് ടു ദ സൈസ് ഓഫ് എ ഗ്യാസ് ബബിൾ റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് വാട്ടർ ബോഡി ബൈ. വാട്ടറിന്റെ ബോട്ടം പോർഷനിൽ നിന്ന് ടോപ്പ് പോർഷനിലോട്ട് വരുമ്പോൾ ഗ്യാസ് ബബിളിന്റെ സൈസിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടർ ബോഡിയുടെ താഴത്തെ പാർട്ടിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലോട്ട് പോകുന്തോറും പ്രഷർ എന്ത് പറ്റും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷറും വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മുകളിലെത്തുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. സോ ദ ആൻസർ ഈസ് size of gas bubble increase because from the bottom to top pressure decreases and the volume increases. ഇനി ഇതിന്റെ കൂടെ തന്നെ ചോദിക്കാം ഇത് ഏത് ലോ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്താ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നിൽക്കുന്ന ലോ ആണ് എന്ത്, ബോയിൽസ് ലോ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബോയിൽസ് ലോ ആണ്. The next question is a polymerization reaction is given below. ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ തന്നിട്ടുണ്ട്. മോണോമർ പോളിമറൈസ് ചെയ്ത് പോളിമർ ആവുന്നു. അപ്പം അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെയിം ദ മോണോമർ, വാട്ട് ഈസ് ദ നെയിം ഓഫ് പോളിമർ ആൻഡ് റൈറ്റ് എനി യൂസ് ഓഫ് ദി പോളിമർ. ഇവിടെ നോക്കിക്കേ, ഡബിൾ ബോണ്ട് ഉള്ള ഒരു ആൽക്കീനാണ്. അതായത് എത്തീൻ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ മാറി ഫ്ലൂറിൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ നെയിം ഓഫ് മോണോമർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് വരും, 4 ഫ്ലൂറിൻ ഉണ്ട്. അപ്പോൾ ടെട്രാ ഫ്ലൂറോ എത്തീൻ. നെയിം ഓഫ് മോണോമർ ഇസ് ടെട്രാ ഫ്ലൂറോ എത്തീൻ. അത് പോളിമറൈസ് ചെയ്ത് എന്ത് പറ്റി, അതിന്റെ പോളിമർ ഫോം ചെയ്തു. അപ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് പോളിമർ എന്ന് ചോദിക്കുകയാണെങ്കിൽ
പോളിമർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും പോളി ഫ്രണ്ടിൽ ചേർക്കാം. അപ്പോൾ പോളി ടെട്രാ ഫ്ലൂറോ ഇതേൻ ആവും. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, സിംഗിൾ ബോണ്ട് ആവും. ഇനി ഗീവ് എനി വൺ യൂസ് ഓഫ് ദി പോളിമർ. ഈ പോളിമറിന്റെ ഏതെങ്കിലും ഒരു യൂസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്ക് വെയറിലൊക്കെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നോൺ സ്റ്റിക് പാനിലൊക്കെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ടെഫ്ലോൺ ആണ്. സോ അത് ഒരു യൂസ് ആയിട്ട് എഴുതാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് N2 plus 3H2 gives 2NH3 plus heat. What will be the effect of following factors on the system? ഹേബർ പ്രോസസ് ആണ് വന്നിരിക്കുന്നത്. N2 plus 3H2 gives അമോണിയ ഫോം ചെയ്യുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇക്വിലിബ്രിയത്തിൽ എങ്ങനെ വരാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് അമോണിയ ഈസ് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. അപ്പോൾ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവുന്നു. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ആ ഒരു ഇഫക്റ്റിനെ നള്ളിഫൈ ചെയ്ത് പുതിയൊരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലോട്ട് അറ്റൈൻ ചെയ്യും. ഈ ഒരു പ്രിൻസിപ്പിളാണ് എന്ത്? ലേ ചാഷിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ പ്രിൻസിപ്പിളിന് അക്കോർഡിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അമോണിയ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ, അപ്പോൾ അമോണിയ ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമോണിയയുടെ എമൗണ്ട് കുറയാണ്. അമോണിയയുടെ എമൗണ്ട് കുറഞ്ഞു കഴിയുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും. അപ്പോൾ അമോണിയയുടെ എമൗണ്ട് കുറയുമ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റം എന്ത് ചെയ്യും? അമോണിയയുടെ എമൗണ്ട് കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ അമോണിയയുടെ എമൗണ്ട് ഇവിടെ കൂടണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടണം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോ ടെമ്പറേച്ചറിൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക, ഹൈ ടെമ്പറേച്ചറിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ അമോണിയയുടെ ഈ ഒരു റിയാക്ഷനിൽ റൈറ്റ് സൈഡിൽ ഹീറ്റ് വന്നിട്ടുണ്ട്, അതായത് പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഹീറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷൻ എക്സോതെർമിക് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ലോ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ നടക്കണ്ടെങ്കിൽ അത് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിക്രീസിങ് ദ പ്രഷർ. പ്രഷർ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് റിയാക്ടൻ സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസും പ്രൊഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസും സെയിം ആണെങ്കിൽ അവിടെ പ്രഷറിന് ഒരു ഇഫക്റ്റും ഇല്ല. പക്ഷെ ഡിഫറെന്റ് ആണെങ്കിൽ അവിടെ പ്രഷർ ഇഫക്റ്റ് ചെയ്യും. ഇവിടെ നോക്കിക്കേ, 1+3 4 മോൾസ് ഓഫ് നൈട്രജനും ഹൈഡ്രജനും കൂടിയിട്ടാണ് 2 മോൾസ് ഓഫ് അമോണിയ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് മോൾസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ വരുമ്പോൾ 2 ആയി, അതായത് ഡിക്രീസ് ചെയ്തു, എമൗണ്ട് കുറഞ്ഞു, വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ അവിടെ കൂടുതലാണ്. അപ്പൊ പ്രഷർ കുറയണമെങ്കിൽ ഫോർവേഡ് പോയപ്പോൾ ഇവിടെ പ്രഷർ കൂടി, അപ്പൊ പ്രഷർ കുറയണമെങ്കിൽ അത് തിരിച്ച് റിവേഴ്സ് പോകണം, അതായത് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പോകണം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ വരാം, അതായത് ഡിക്രീസിങ് ദ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്നാണ് ആൻസർ വരുന്നത്. The next question is a few drops of concentrated H2SO4 are added to a little sugar crystals taken in a watch glass. What will be the observation? ഒരു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് ഷുഗർ ക്രിസ്റ്റൽസ് ഇട്ടേക്കാണ്, അതിൻ്റെ അകത്തോട്ട് ഫ്യൂ ഡ്രോപ്സ് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുന്നു. അപ്പോൾ നല്ല വിഗ്രസ് റിയാക്ഷൻ ഒക്കെ നടക്കും. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ H2SO4ഉം ഈ ഷുഗർ ക്രിസ്റ്റൽസും, ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്രോസ് ആണ്. ഈ സംഭവം രണ്ടും കൂടി അങ്ങ് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്രൗൺ വേപ്പേഴ്സ് ഒക്കെ വരും, ബ്ലാക്കിഷ് കളർ ഡെവലപ്പ് ചെയ്യും അവിടെ. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, അതിന്റെ റീസൺ എന്താണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C12H22O11 കോൺസെൻട്രേറ്റഡ് H2SO4ന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? 12 കാർബണും 11 H2Oയും ആവും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ നോക്കിക്കേ, വാട്ടർ അല്ല ഹൈഡ്രജനും ഓക്സിജനും ഇരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് H22O11 ആണ്. അപ്പോൾ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് H2:1, ഓക്സിജൻ 1 ആണ്. അപ്പോൾ 2:1 റേഷ്യോയിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു റേഷ്യോയിൽ ഇരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും H2SO4 അബ്സോർബ് ചെയ്യും. എങ്ങനെ അബ്സോർബ് ചെയ്യുന്നത്? വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താണ് ബാക്കി ഉണ്ടാവാം? കാർബൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കാർബൺ ഈ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട്, വാട്ടറിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് H2SO4ന്റെ പ്രസൻസിൽ കാർബൺ മാത്രം അവിടെ ഉണ്ടാവുന്നു. ആ കാർബണിന്റെ കളറാണ് നമുക്ക് ആ ഒരു ബ്ലാക്കിഷ് കളറായിട്ട് കിട്ടിയത്. ഇനി വിച്ച് പ്രോപ്പർട്ടി ഓഫ് H2SO4 എക്സിബിറ്റഡ് ഹിയർ? H2SO4ന്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ, വാട്ടർ ലോസ് ചെയ്യപ്പെടുക ചെയ്തത്. അപ്പോൾ വാട്ടർ ലോസ് ചെയ്യപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ H2SO4ന് ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഡീഹൈഡ്രേഷൻ.
ഇനി പാർട്ട് ഡിയിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫിഗർ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ ഈസ് ഗിവൺ. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനോട് അനുബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് അറ്റ് കാഥോഡ്. ഇപ്പോൾ ഇവിടെ നോക്കുക, മോൾട്ടൺ NaCl ഇലക്ട്രോലൈസിസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മോൾട്ടൺ NaCl, ആനോഡ്, കാഥോഡ്, ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോലൈസിസ് എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിസിറ്റി ആഡ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. അതായത് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ മോൾട്ടൺ ആയിരിക്കുന്ന NaCl അവിടെ അയണൈസ് ചെയ്ത് Na+Cl- അയോൺസ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഈ ആനോഡിലോട്ട്, പോസിറ്റീവ് ചാർജുള്ള ആനോഡിലോട്ട് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ചാർജുള്ള Cl- അയോൺ അട്രാക്ട് ചെയ്യും. ആനോഡിൽ എന്ത് പറ്റും? ഓക്സിഡേഷൻ നടക്കും. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് അവിടെ വിട്ടുകൊടുത്ത് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും ആനോഡിൽ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഇലക്ട്രോൺസ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഫ്ലോ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ബാക്കി ഇതിനകത്ത് എന്തുണ്ട്? ക്ലോറിൻ ആണ് ആനോഡിൽ പോയത്, Na+ ഉണ്ട്. അപ്പോൾ Na+ കാഥോഡിലോട്ട്, നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലോട്ട് Na+ പോകുന്നു. ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോണിനെ സ്വീകരിച്ച്, അതായത് കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്, ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് അവിടെ Na മെറ്റലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ചോദ്യം എന്താണ്? വിച്ച് ഇസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് അറ്റ് കാഥോഡ്. കാഥോഡിൽ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? അപ്പോൾ ആൻസർ വരുന്നത് സോഡിയം, Na എന്ന് എഴുതാം. ഇനി വാട്ട് ഈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡിൽ ഏത് കെമിക്കൽ ഇക്വേഷൻ ആണ്, കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്? അതിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആനോഡിൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ 2 Cl- അയോൺസ് രണ്ട് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് Cl2 ഗ്യാസ് ആയിട്ട് ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. ഇനി സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് വെൻ അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl ഈസ് ഇലക്ട്രോലൈസ്ഡ്. ഈ മോൾട്ടൺ NaCl പകരം അക്വസ് NaCl ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് അക്വസ് എന്ന് പറയുമ്പോൾ അവിടെ വാട്ടറിന്റെ പ്രസൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് അയണൈസ് ചെയ്യുമ്പോൾ വാട്ടറും കൂടെ അയണൈസ് ചെയ്യുന്നു. അപ്പോൾ ആനോഡിലും കാഥോഡിലും ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ വാട്ടറും കൂടി അയണൈസ് ചെയ്യുന്നത് കൊണ്ട് കാഥോഡിൽ എന്ത് പറ്റും? ഈ കാഥോഡിലോട്ട് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് Na+നും അതുപോലെ തന്നെ ഹൈഡ്രജനും പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ Na+നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഹൈഡ്രജന് പോകാനാണ്. അപ്പൊ ഹൈഡ്രജൻ കാഥോഡിലോട്ട് പോയിട്ട് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ഇനി ആനോഡിലാണെങ്കിൽ എന്ത് പറ്റും? അവിടെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള Cl- ഉണ്ട്, ഒപ്പം തന്നെ OH- അയോൺസും ഉണ്ട്. അപ്പോൾ OH- അയോൺസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്ലോറിൻ ആണ് കൂടുതൽ ടെൻഡൻസി അങ്ങോട്ട് പോവാൻ. അപ്പം ക്ലോറിൻ എന്ത് ചെയ്യും? അങ്ങോട്ട് പോയിട്ട് ആനോഡിൽ ചെന്ന് അവിടെ ഓക്സിഡേഷൻ നടന്ന് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ വരാം കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യും, ആനോഡിൽ ക്ലോറിൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യും. ഇത് കാഥോഡിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ 2 ഇലക്ട്രോൺസ് സ്വീകരിച്ചിട്ട് ക്ലോറിൻ ആയിട്ട് അവിടെ ക്ലോറിൻ നോട്ട് H2 ആയിട്ട് റിലീസ് ചെയ്യുന്നു. The next question is complete the following equations related with manufacture of H2SO4. അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചർ പ്രോസസ്, കോണ്ടാക്ട് പ്രോസസ്, അതിന്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് S+O2 gives ഡാഷ്, പിന്നെ 2SO2, അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ ആദ്യം സൾഫർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ എയുടെ ആൻസർ എന്ത് വരും? സൾഫർ ഡയോക്സൈഡ്. ഇനി ഈ ഫോം ചെയ്ത സൾഫർ ഡയോക്സൈഡ് എക്സസ് ആയിട്ടുള്ള ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് വനേഡിയം പെന്റോക്സൈഡിന്റെയും 400 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ടെമ്പറേച്ചറിന്റെയും പ്രസൻസിൽ എന്തായിട്ട് മാറും? സൾഫർ ട്രയോക്സൈഡ് ആവും. അപ്പോൾ ഇവിടെ ബിയുടെ ആൻസർ എന്താ വരാ? ഓക്സിജൻ. ഇനി ഈ സൾഫർ ട്രയോക്സൈഡ് H2SO4 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് തേർഡ് സ്റ്റെപ്പിൽ. അപ്പൊ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ഈ H2SO4 എവിടെ നിന്നാ വന്നേന്ന്. അപ്പൊ ആദ്യം ഈ തേർഡ് സ്റ്റെപ്പിന് മുന്നേ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് HO3 H2O വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് അവിടെ H2SO4 ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഫോം ചെയ്യുന്ന H2SO4 എന്ന് പറയുന്നത് ഹൈലി എക്സോതെർമിക് ആയിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ H2SO4 അങ്ങനെ ഫോം ചെയ്ത H2SO4 SO3 വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. അതിന്റെ പേരാണ് ഒലിയം, അതായത് H2S2O7 ഒലിയം. അപ്പൊ ഇവിടെ വരുന്നത് SO3 + H2SO4 gives H2S2O7, that is ഒലിയം. എന്നിട്ട് ഈ ഒലിയത്തിലോട്ട് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് H2SO4. അതായത് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്ത് എടുത്തു. അപ്പോൾ ഡിയിൽ വരുന്നത് H2O. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് സം കോമ്പൗണ്ട്സ് ആർ ഗിവൺ.
കുറച്ച് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറൽ ഫോർമുലാസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ CH3CH2 COOCH3, CH3CH2 COOH, CH3CO CH3 ആൻഡ് CH3OH. അപ്പൊ ഇവിടെ ഒരു മിനിറ്റ്, അതല്ല ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഈതറാണ് വരാം, അതായത് CH3CH2 COCH3, ഡി വരുന്നത് CH3OH. അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് എമംഗ് ദീസ് കോമ്പൗണ്ട്സ് ആർ എസ്റ്റർ. ഇതിനകത്ത് ഏതാണ് എസ്റ്റർ വരുന്നത്? അപ്പൊ എസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് COO ആണ്. അപ്പൊ ഇവിടെ COO ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇതാണ്, അതായത് CH3CH2 COOCH3. അപ്പൊ അതാണ് ഇവിടെ ആൻസർ വരാം. ഇനി നെയിം ദ കോമ്പൗണ്ട്സ് നീഡഡ് ടു പ്രിപ്പയർ ദിസ് എസ്റ്റർ. ഈ ഒരു എസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കോമ്പൗണ്ട്സിന്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു എസ്റ്റർ, അതായത് മീഥൈൽ പ്രൊപ്യോണേറ്റ് എന്ന് പറയുന്ന ഈ ഒരു എസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് CH3OH, അതായത് മെത്തനോളും പ്രൊപ്യോണിക് ആസിഡും, അതായത് CH3CH2 COH. അപ്പോൾ നെയിം ദ കോമ്പൗണ്ട്സ് നീഡഡ് ടു പ്രിപ്പയർ ദിസ് എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തനോൾ ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എബോ റിയാക്ഷൻ. ഈ പറഞ്ഞ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതെന്ത് റിയാക്ഷനാ? എസ്റ്റർ ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്, അതായത് എസ്റ്ററിഫിക്കേഷൻ ആണ് ഇതിന് പറയാം. അപ്പൊ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസിഡും ഒരു ആൽക്കഹോളും കൂടി റിയാക്ട് ചെയ്ത് വാട്ടർ എലിമിനേഷൻ നടന്ന് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? എസ്റ്റർ. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ആൽക്കഹോളും ഒരു ആസിഡും ഇവിടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു എസ്റ്റർ ഫോം ചെയ്യും. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി റൈറ്റ് വൺ യൂസ് ഓഫ് എസ്റ്റർ. എസ്റ്ററിന് ഒരു യൂസ് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനൊക്കെ സ്വീറ്റ് സ്മെല്ല് കൊടുക്കുന്നത് ഈ എസ്റ്റർ ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ദ IUPAC നെയിംസ് ഓഫ് ദ കോമ്പൗണ്ട്. തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിന് IUPAC നെയിം കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് വന്നിരിക്കുന്നത് CH3, CH2, CH3. അപ്പോൾ ഇവിടെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് 1 2 3 4 എന്ന് പോവുകയാണെങ്കിൽ ഇവിടെ 4 എണ്ണേ വരുള്ളൂ, ലോങ്ങസ്റ്റ് ചെയിൻ ആവില്ല. ഇവിടെ നോക്കിക്കേ 1 2 3 4 5. അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ ഇതിനെ വെച്ചിട്ട് ബാക്കി സബ്സ്റ്റിറ്റ്യൂവൻസ് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഇത് 2 പൊസിഷനിലും ഇത് 3 പൊസിഷനിലാണ്. തിരിച്ച് ഇവിടെ നിന്നാണ് നെയിം ചെയ്യണമെങ്കിൽ ഇത് 3 പൊസിഷനിലും ഇത് 4th പൊസിഷനിലാണ് വരാം. അപ്പോൾ നമ്മൾ മിനിമം നമ്പർ ഓഫ് പൊസിഷൻസ് ആണ് എടുക്കേണ്ടത്, അതായത് സബ്സ്റ്റിറ്റ്യൂവൻസ് കൊടുക്കുന്നത് മിനിമം നമ്പറിലായിരിക്കണം, ലീസ്റ്റ് നമ്പറിൽ കൊടുക്കണം. അപ്പം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ നെയിം ചെയ്യാൻ നോക്കാം. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ, അതായത് 1 2 3 4 5 എന്ന് നമ്പർ ചെയ്യുമ്പോൾ ഇത് ഈ CH3 ഗ്രൂപ്പ് 2nd പൊസിഷനിലും ഈ CH3 ഗ്രൂപ്പ് 3rd പൊസിഷനിലും വരും. അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ നെയിം വരുന്നത് 2 3, പിന്നെ മീഥൈൽ, ഇത് CH3 ഗ്രൂപ്പാണ്. അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഡൈമീഥൈൽ. പിന്നെ ഈ ലോങ് ചെയിൻ്റെ പേര് 5 കാർബണാറ്റുള്ള ആൽക്കേനാണ്, അപ്പോൾ പെൻറ്റേൻ വരും. അപ്പോൾ 2 3 ഡൈമീഥൈൽ പെൻറ്റേൻ ഫസ്റ്റ് കോമ്പൗണ്ട്. ഇനി സെക്കൻഡ് കോമ്പൗണ്ട് നോക്കാം. ഇവിടെ നമ്മൾ നമ്പർ ചെയ്യാം. അപ്പോൾ 1 2 3 4 5 5 കാർബണാറ്റുള്ളൊരു ലോങ് ചെയിൻ കിട്ടി. അതിനകത്ത് സെക്കൻഡ് കാർബണാറ്റത്തിൽ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോഴാണല്ലോ ഈ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നതിന് മിനിമം നമ്പർ കിട്ടുക. അപ്പോൾ സെക്കൻഡ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 2 2 ഉള്ളതുകൊണ്ട് 2 2 മീഥൈൽ ഗ്രൂപ്പ് 2 ഉള്ളതുകൊണ്ട് ഡൈമീഥൈൽ, ലോങ്സ്റ്റ് ചെയിൻ്റെ പേര് പെൻറ്റേൻ. അപ്പോൾ സെക്കൻഡ് കോമ്പൗണ്ടിൻ്റെ പേര് 2 2 ഡൈമീഥൈൽ പെൻറ്റേൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് molecular formula of glucose is C6H12O6. What is the number of carbon atoms present in 360 gram glucose? അപ്പോൾ ഇവിടെ ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല വന്നിട്ടുണ്ട്. അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റംസിന്റെ നമ്പർ 360 ഗ്രാം ഗ്ലൂക്കോസിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റംസിന്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ആണ്. നമുക്ക് ഗിവൺ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 360 ഗ്രാം എന്ന്. ഗ്രാം മോളിക്കുലർ മാസ് കാണാം C6H12O6, അതായത് ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലർ മാസ് നമ്മൾ ചെയ്ത് 180 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. 360 by 180 = 2 എന്ന് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ നമ്പർ ഓഫ് ഇതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ നമ്പർ ഓഫ് മോൾസിനെ അവഗാഡോ നമ്പർ വെച്ച് ഇൻറ്റു ചെയ്യുന്നതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 2 ഇൻറ്റു അവഗാഡോ നമ്പർ എത്രയാ? 6.022 ഇൻറ്റു 10⁻23. അത് രണ്ടും ഇൻറ്റു ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. ഇനി കാർബൺ ആറ്റംസ് എത്ര ഉണ്ട്? 6 എണ്ണം. അപ്പോൾ നമ്മൾ കാർബൺ ആറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ കൂടെ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത് വെച്ച് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 6. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 12 ഇൻറ്റു
6.022 into 10⁻23. ഇനിയും ഇതുപോലുള്ള വാല്യുബിൾ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു.